മെന്റർ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ സുജിത് ഖാൻ സാറിനും എന്റെ റോൾ മോഡൽ ഇൻഡസ്വാ സിഇഒ അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് സാറിനും ഈ വ്യവസായം ഇന്ത്യയിൽ ഇത്ര കണ്ട് നിയമപ്രകാരം നടക്കാൻ കാരണക്കാരനായിട്ടുള്ള പരേതനായിട്ടുള്ള ഡോക്ടർ എം ഷംസുദ്ദീൻ സാറിനും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കണം. കാരണം എന്റെ ജീവിതത്തിൽ 6 വർഷം കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായ ഒരു അവസരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ ഇന്ന് പറയുന്ന ഈ അവസരം ഒരു തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ കേൾക്കണം. കാരണം എന്തെന്നാൽ മനസ്സൊരു പാരച്യൂട്ട് പോലെയാണ്. പാരച്യൂട്ടിന്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. തുറന്ന മനസ്സോടുകൂടി നിങ്ങളൊന്ന് ഇരിക്കുകയാണെങ്കിൽ എന്റെ പ്രസന്റേഷൻ 45 മിനിറ്റ് നേരമാണ്. അടുത്ത 45 മിനിറ്റ് നേരം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു തുറന്ന മനസ്സുമായി കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എന്റെ 6 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു ഗ്യാരണ്ടി എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു 45 മിനിറ്റ് ആയിട്ട്, ഒരു മണിക്കൂറായിട്ട് ഈ സമയം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഇന്ന് ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോ ആളുകളെയും ഈ കമ്പനിയോടൊപ്പം നിന്നുകൊണ്ട് ഞാനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് ഇൻഡസ് വിവയുടെ വിവ ഓറിയന്റേഷൻ പ്രോഗ്രാം വീഡിയോ കോൺഫറൻസിംഗ് അറ്റൻഡ് ചെയ്യാനാണ്. എന്തായാലും എന്റെ പ്രസന്റേഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പാലത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് കടക്കുന്നത്. ദ സ്റ്റോറി ഓഫ് എ ബ്രിഡ്ജ് ടു നൗവെയർ, എങ്ങും എത്താത്തൊരു പാലത്തിന്റെ കഥ. എന്താണ് ഈ പാലത്തിന്റെ കഥയ്ക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിനുള്ള ബന്ധങ്ങൾ എന്നെല്ലാം എന്റെ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദ സൺറൈസ് ബ്രിഡ്ജ്, ചോലോട്ടക്ക ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഹോണ്ടുറാസിലെ 2 പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. എന്താണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത? എല്ലാ വർഷവും ശക്തമായ ചുഴലിക്കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് ഹോണ്ടുറസ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മിതികളൊക്കെയും തന്നെ തകർന്നടിയുന്നത് സർവ്വസാധാരണമാണ്. ആ സാഹചര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജാപ്പനീസ് ടെക്നോളജിയിൽ ഒരു പാലം പണി കഴിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പണി കഴിപ്പിച്ച പാലമാണ് ദ സൺറൈസ് ബ്രിഡ്ജ് 1997. തൊട്ടടുത്ത വർഷം 1998 ശക്തമായിട്ടുള്ള മിച്ച് എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റ് അവിടെ ആഞ്ഞു വീശുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വളരെ സദൃഢമായി നിർമ്മിച്ച പാലം, ദ ബ്രിഡ്ജ് വാസ് സ്ട്രോങ് ബട്ട് ദ റിവർ ചേഞ്ച്ഡ് ഇറ്റ് കോഴ്സ്. ആ പാലം അത്രയ്ക്ക് ദൃഢമായിരുന്നു. അതുകൊണ്ട് ആ ചുഴലിക്കാറ്റിന് പാലത്തെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ നദി വഴിമാറി ഒഴുകിപ്പോയി. എന്തിനാണോ പാലം ഉണ്ടാക്കി വെച്ചത് അത് ഇന്ന് അർത്ഥശൂന്യമായി കിടക്കുന്നു. എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കഥയുമായിട്ടുള്ള ബന്ധം? ഇതേപോലെയാണ് ഇന്നിപ്പോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 2025. ഇത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പാലം പോലെ നമ്മൾ ഉറച്ചു വിശ്വസിച്ച പല തൊഴിൽ മേഖലകളും നമ്മളിൽ നിന്ന് അന്യമായി പോയ സാഹചര്യം. ആ പാലം പോലെ നമ്മൾ ഉറച്ചു വിശ്വസിച്ച നമ്മളുടെ ബിസിനസ്സുകൾ നമുക്ക് ലാഭം കൊണ്ടുതരാത്തൊരു സാഹചര്യം. ഇങ്ങനെയെങ്കിൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെയാണ് ഈ കോവിഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ നദി, അവസരങ്ങളുടെ നദിയെ വഴിമാറ്റി ഒഴുക്കിയത്? സോ നമുക്കൊരു പോൾ ഇവിടെ വരികയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഒരു പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ഈ ഒരു വോട്ടെടുപ്പിന്റെ ഭാഗമാവണം. നിങ്ങൾക്ക് ഏതു തരത്തിലാണ് നദി വഴിമാറിയത്? ബിസിനസ് കുറഞ്ഞതാണോ? കസ്റ്റമേഴ്സ് ഓർഡറുകൾ മാറ്റിവെച്ചതാണോ? പ്രൊഡക്ഷന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്തതാണോ? എന്താണ് നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ, എങ്ങനെയാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ വന്നത്? ബോണസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? ശമ്പള വർധനവ് ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? മാസ വാടക ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? സാലറിയിൽ ഇൻസെന്റീവ് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? ഏകദേശം 56% ആളുകൾ വോട്ട് ചെയ്തതിൽ നിന്നും റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യാവോ സാർ? ഓക്കെ, ആ റിസൾട്ട് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്റെ ബിസിനസ് കുത്തനെ കുറഞ്ഞു, നിലച്ചു എന്ന് 56% ആളുകൾ പറഞ്ഞിരിക്കുന്നു. കസ്റ്റമേഴ്സ് ഓർഡറുകൾ മാറ്റിവെച്ച 9% ആളുകൾ, ജോലി നഷ്ടപ്പെട്ട 22% ആളുകൾ, ശമ്പള വർധനവൊന്നും ലഭിക്കാത്ത 11% ആളുകൾ, അവധിക്കാല പദ്ധതികൾ റദ്ദാക്കേണ്ടി വന്ന 11% ആളുകൾ. എന്തായാലും ഈ ഒരു പോളിന്റെ ഭാഗമായി നിങ്ങൾ ഓരോ ആളുകളും പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ നദി വഴിമാറി ഒഴുകും പോലെ നമ്മളുടെ വരുമാന സമ്പാദന മേഖലകളിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈച്ച് ചലഞ്ച് ആൾസോ പ്രസന്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധി ഒരു അവസരത്തെയും കൊണ്ടാണ് വരാറ്. എങ്ങനെ പ്രതിസന്ധിക്കകത്ത് അവസരങ്ങളുണ്ട്? ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മളൊക്കെ തന്നെ പലപ്പോഴും ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചാലും യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഒരു യാത്രക്കാരന്റെ കണ്ണിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ? കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്കൊരു ക്യാബ് അവൈലബിൾ ആകുമോ? അവൈലബിൾ ആയാൽ തന്നെ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഡ്രൈവർ തയ്യാറാകുമോ? ആ സമയത്ത് എനിക്ക് ഡ്രൈവറിൽ നിന്ന് മാന്യമായിട്ടുള്ള ഒരു പരിഗണനയാണോ എനിക്ക് ലഭിക്കുക? അതിന് മാന്യമായിട്ടുള്ള ഫെയർ ആണോ ഞാൻ കൊടുക്കേണ്ടി വരിക? ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു യാത്രക്കാരന്. ഇങ്ങനെയെങ്കിൽ ക്യാബ് ഓണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. ക്യാബ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. എനിക്ക് നല്ലൊരു പാസഞ്ചർ കിട്ടുമോ? മാന്യമായി എന്നോട് ഇടപെടുന്ന പാസഞ്ചർ ആയിരിക്കുമോ അദ്ദേഹം? ഒരു ബുക്കിങ്ങിന് ശേഷം എനിക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ അടുത്ത ബുക്കിംഗ് കിട്ടാൻ? ഒരു കസ്റ്റമറെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം, പാസഞ്ചറെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ റിട്ടേണിൽ എനിക്ക് മറ്റൊരു
പാസഞ്ചറെ കിട്ടുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു. ഈ രണ്ട് കൂട്ടരുടെയും പ്രശ്നത്തെ ടെക്നോളജി വന്ന് അഡ്രസ് ചെയ്ത് ഓല ഊബർ പോലുള്ള ടെക്നോളജികൾ വന്നപ്പോൾ നമ്മൾക്കും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ഡ്രൈവേഴ്സിനും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇന്ന് അതേപോലെയാണ് സ്വിഗ്ഗി. നമ്മൾക്കറിയാം, ആവശ്യത്തിന് ആഗ്രഹത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇന്ന് ഹോട്ടലുകളിൽ പോയി ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്നും നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചു സ്വിഗ്ഗി. എന്റെ പ്രശ്നവും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രശ്നത്തെയും ഹോട്ടൽ ഉടമകളുടെ പ്രശ്നത്തെയും അവിടെ ടെക്നോളജി പരിഹരിച്ചു. ഇതേപോലെ ആമസോൺ A to Z ഉൽപ്പന്നങ്ങൾ നമ്മളുടെ വീട്ടിലേക്ക് എത്തിച്ചു തന്നു. നെറ്റ്ഫ്ലിക്സ് വീട്ടിലിരുന്നു കൊണ്ട് ഒരു സിനിമ നമ്മൾക്ക് കാണാനുള്ള സാഹചര്യം ഒരുക്കി തന്നിരിക്കുന്നു. റിലീസ് ആവുന്ന അതേ ദിവസം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇത്തരത്തിലുള്ള ഐഡിയകൾ, ആശയങ്ങൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ആശയങ്ങൾ, പ്രശ്നങ്ങൾക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം കണ്ട ആശയങ്ങൾ ഒക്കെയും തന്നെ ആ ഓരോ കാലഘട്ടത്തിലും വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ഇന്ന് വാട്ട് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ബിഹൈൻഡ് ദ കറന്റ് സിറ്റുവേഷൻ? എന്താണ് ഇന്നത്തെ ഈ കോവിഡ് സാഹചര്യത്തിൽ എന്റെ മുമ്പിലുള്ള അവസരം? ആ ഒരു അവസരമാണ് ഞാൻ നിങ്ങളിലേക്ക് അവസരത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ, ഇന്ന് രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോക ജനത ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന് സ്റ്റേയിങ് ഹെൽത്തി, ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ എങ്ങനെ എനിക്കും എന്റെ കുടുംബത്തിനും ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോവാം. രണ്ട് ഗ്രോയിങ് വെൽത്ത്, ഇന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെ എനിക്ക് എന്റെ വരുമാനം ഉയർത്താം? ഈ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പ്രശ്നത്തെ നമുക്കൊന്ന് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റേയിങ് ഹെൽത്തി, ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു, WHO മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. ഇമ്മ്യൂണിറ്റി ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ ഓരോ ആളുകളും നമ്മളുടെയും കുടുംബത്തിന്റെയും രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിന് ഉതകുന്ന രീതിയിലേക്കുള്ള ഉൽപ്പന്നങ്ങളുമായി നമ്മളിലേക്ക് എത്തുന്ന കമ്പനിയുടെ പേരാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊരു ഹെൽത്ത് സയൻസ് കമ്പനിയാണ്. എന്താണ് ഇൻഡസ് വിവ എന്ന് നമുക്ക് പരിശോധിക്കാം. 2014 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്പനിയാണ് ഇൻഡസ് വിവ. ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി ആരംഭിച്ചത്. നമ്മുടെ സ്വന്തം സ്ഥലത്ത്, സ്വന്തം ബിൽഡിംഗിൽ, സ്വന്തം ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. സോ ഈ കമ്പനി ഇന്ത്യയിൽ ആരംഭിച്ച് 2014 ഇന്ത്യയിൽ ആരംഭിച്ച് ഇന്ന് അമേരിക്കയിൽ പോലും ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ പ്രോജക്റ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഈ വ്യവസായം വന്നത്. ഏത് നാട്ടിൽ നിന്നാണോ ഈ ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലേക്ക് എത്തിയത്, അതേ നാട്ടിൽ പോയി കൊടിനാട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ അവസരമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 148% ഗ്രോത്ത് റേറ്റ് കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. എന്താണ് ഈ കമ്പനിയുടെ കേപ്പബിലിറ്റീസ്? നമുക്കൊന്ന് പരിശോധിക്കാം. DSIR അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. ഗവൺമെന്റ് അപ്രൂവ്ഡ് R&D ഡിവിഷൻ ഉണ്ട്. GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി, മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഓരോ ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് വരുന്നത്. 22,000 ഏക്കറിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു. അതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റോ മെറ്റീരിയൽസിന്റെ ഒക്കെ തന്നെ ക്വാളിറ്റി ഈ കമ്പനിക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. ഒരു മാസം 165 മെട്രിക് ടൺ ആണ് നമ്മളുടെ മന്ത്ലി മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത്, പ്രിവെന്റീവ് ഹെൽത്ത് സപ്ലിമെന്റ്സ് കാറ്റഗറിയിൽ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അഡ്വാൻസ്ഡ് ആയുർവേദ ഉൽപ്പന്നങ്ങളാണ്. എന്താണ് അഡ്വാൻസ്ഡ് ആയുർവേദ? ആയുർവേദം നമുക്ക് നന്നായിട്ട് അറിയാം. ലോകത്തിന് ഭാരതീയരുടെ സംഭാവനയാണ് ആയുർവേദ. ഇങ്ങനെയെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദത്തിന്റെ നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അതിനൂതനമായ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുള്ളതുമായ ഉൽപ്പന്നങ്ങൾക്കാണ് അഡ്വാൻസ്ഡ് ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയുർവേദ സെഗ്മെന്റിൽ ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ കമ്പനി റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ ചെയ്തിരിക്കുന്നത്, ടെക്നിക്കൽ കൊളാബറേഷൻ ചെയ്തിരിക്കുന്നത് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ്. നമുക്കറിയാം, വേൾഡിൽ ബെസ്റ്റ് ഫുഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കൺട്രികളിൽ ഒന്നാണ് ജപ്പാൻ. മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ജപ്പാൻ. ആ ജപ്പാൻ സ്റ്റാൻഡേർഡിലാണ് ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ കമ്പനി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എന്താണ് ഉൽപ്പന്നങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ഒരു കമ്പനിയുടെ ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാനും ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. വളരെ സാറ്റിസ്ഫൈഡ് ഒരു കസ്റ്റമർ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടെ പരിചയപ്പെടുത്താൻ സാധിക്കും. ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് iPulse. എന്താണ് iPulse? iPulse ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആൻഡ് ആന്റി ഓക്സിഡന്റ് റിച്ച് മൾട്ടി ഫ്രൂട്ട് ജ്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ആന്റി ഓക്സിഡന്റ്സിന്റെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു iPulse എന്ന് പറയുന്നത്. 1 ലിറ്റർ ബോട്ടിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. 3,590 രൂപ 50 പൈസയാണ് ഒരു ലിറ്ററിന് പ്രൈസ് വരുന്നത്. അസായ്ബെറി എന്താണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് അസായ്ബെറി കാണപ്പെടുന്നത്. ഈ ഒരു പ്രോഡക്റ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അസായ്ബെറി പഴം.
ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഹയസ്റ്റ് ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് ആണ് അസായ് ബെറി എന്ന് പറയുന്നത്. എന്താണ് ആന്റി ഓക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ പഴത്തിന്റെ പ്രത്യേകത എന്താണ്? 1,02,700 ഈ പഴത്തിന്റെ ഒറാക്ക് സ്കോർ എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് ഒറാക്ക് എന്ന് പറഞ്ഞാൽ? ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻ കപ്പാസിറ്റി. ഒന്നുകൂടി വിശദമാക്കി തരാണോ എന്താണ് ഒറാക്ക്? ആന്റി ഓക്സിഡേഷൻ കേപ്പബിലിറ്റിയാണ് ഒറാക്ക്. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി വിശദമാക്കി തരാൻ പറ്റുമോ? ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ആപ്പിളൊക്കെ കഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു കളറായിരിക്കും, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് ആവും. എന്താ സംഭവിക്കുന്നത്? അവിടെ ഓക്സിജനുമായിട്ടുള്ള രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിന് പറയുന്നതാണ് ഓക്സിഡേഷൻ. ആ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ആപ്പിളിന്റെ കളർ ചേഞ്ച് ആവുന്നു. ഇതേപോലെ ഇരുമ്പ് തുരുമ്പ് പിടിക്കാറുണ്ട്. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കാറുണ്ട്. ഇത് ആപ്പിളിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഫ്രൂട്ട്സ് പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ ഇരുമ്പിനാണെങ്കിൽ തുരുമ്പെടുക്കാതെ ാൻ വേണ്ടി നമ്മൾ അതിന് എന്ത് ചെയ്യും? പെയിന്റ് അടിച്ചുകൊണ്ട് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇങ്ങനെയെങ്കിൽ ഇത് ആപ്പിളിനും ഇരുമ്പിനും മാത്രമാണോ നടക്കുന്നത്? അല്ല, നമ്മളുടെ ശരീരത്തിലും ഈ ഒരു ഓക്സിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന എബിലിറ്റി ടു പ്രിവെന്റ് ഓക്സിഡേഷൻ, അതിന് പറയുന്നതാണ് ഒറാക്ക് സ്കോർ എന്ന് പറയുന്നത്. ആ ഒറാക്ക് സ്കോർ ഏറ്റവും കൂടുതലുള്ള ഒരു ഉൽപ്പന്നമാണ്, ഒരു ഫ്രൂട്ടാണ് അസായ് ബെറി എന്ന് പറയുന്ന ഫ്രൂട്ട്. 60 മില്ലി ആപ്പിൾസ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നതിലൂടെ 7000 ഒറാക്ക് വാല്യൂ, അതായത് 3.5 കിലോ ഓർഗാനിക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചാൽ കിട്ടുന്ന ഒറാക്ക് സ്കോർ നമുക്ക് നമ്മുടെ ബോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളർത്തുന്നതിനും ബാക്ടീരിയയിൽ നിന്നും വൈറസിൽ നിന്നും ഒക്കെ നമ്മുടെ ശരീരത്തെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അത് ഏറ്റവും നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ഇൻഡസ്വ കമ്പനിക്ക് പ്രചോദനം എവിടെ നിന്ന് കിട്ടി? അത് കിട്ടിയിരിക്കുന്നത് നാസയുടെ ഒരു സ്പേസ് ടെങ്കിന്റെ AS-10 എന്ന് പറയും. നാസ ബഹിരാകാശ യാത്രികർക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള സീറോ ഗ്രാവിറ്റിയിലും ഹൈ റേഡിയേഷനിലും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സ്കിൻ ഡിസീസും ക്യാൻസറും ഒന്നും വരാതിരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ഉൽപ്പന്നമുണ്ട് AS-10. ബഹിരാകാശ യാത്രികർക്ക് മാത്രം അവർ കഴിക്കാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ്. അതിൽ നിന്നാണ് നമ്മളെ കമ്പനിക്ക് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും നല്ലൊരു ഉൽപ്പന്ന കമ്പനി ഉണ്ടാക്കിയത്. സോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉൽപ്പന്നം iPulse എന്ന് പറയുന്ന പേരിൽ തന്നെ എന്തുണ്ട്? പൾസ് നമുക്കറിയാം. സോ കാർഡിയാക് വെൽനെസ്സിന് അത്യുത്തമമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് iPulse. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നു iCoffee. മാനേജ് ഡയബറ്റിസ് വിത്ത് ഗ്രേറ്റ് ടേസ്റ്റിംഗ് കോഫി. ഒതന്റിക് ആയിട്ടുള്ള കോഫി ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് നമ്മുടെ ഡയബറ്റിസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കോഫിയാണ് iCoffee എന്ന് പറയുന്നത്. അതായത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് ഈ കോഫി ഉപയോഗിച്ചാൽ ഡയബറ്റിക് ക്യൂർ ചെയ്യാൻ സാധിക്കും. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ കോഫി ഉപയോഗിച്ചാൽ ഡയബറ്റിക് മാനേജ് ചെയ്യാൻ സാധിക്കും. സാധാരണക്കാർ നോർമൽ ലെവലിലുള്ള ആളുകൾ ഈ കോഫി കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക് വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. 15 ഗ്രാമിന്റെ 50 സേഷ്യസ് വരും. ക്രീമറായിട്ടും ബ്ലാക്ക് കോഫി ആയിട്ടും ഇത് അവൈലബിൾ ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? കൂർഗ് റീജിയനിലെ കോഫി ബീൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേൾഡിലെ ബെസ്റ്റ് കോഫി ലഭിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കോഫി ബീൻസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല 2 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തുകൊണ്ട് ഈ കോഫി കഴിച്ചിട്ട് ഇത്ര കണ്ട് റിസൾട്ട് കിട്ടുന്നു? കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദത്തിന്റെ പിതാവ് ചരക മഹർഷി താളിയോലയിൽ എഴുതിയിട്ടുള്ള മൂലികപ്പടിയാണ് ഈ ഒരു കോഫി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏകനായകം എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റി. ആ ഏകനായകത്തിന്റെ ഏത് കണ്ടന്റ് ആണോ ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ കണ്ടന്റ് നമ്മൾ കണ്ടുപിടിച്ച് ക്ലിനിക്കലി പ്രൂവ് ചെയ്ത് അതിന് പാറ്റന്റ് എടുത്തു. സൽസിറ്റാൾ. ആ സൽസിറ്റാൾ ആണ് ഇതിനകത്തുള്ള മെയിൻ എക്സ്ട്രാക്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ഈ കോഫി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് iCoffee. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. തേർഡ് പ്രോഡക്റ്റ് iGlow. റീവൈറ്റലൈസ് ബ്യൂട്ടി ഫ്രം ഇൻസൈഡ് ഔട്ട്. ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതൊരു കൺസ്യൂമബിൾ കോസ്മെറ്റിക് ആണ്. നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നമാണ് iGlow എന്ന് പറയുന്നത്. ന്യൂട്രി കോസ്മെറ്റിക് ആണ് ഈ ഒരു ഉൽപ്പന്നം. ആയുർവേദം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെട്ടാൽ, വിഷമുക്തമാക്കപ്പെട്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ തൊലിയുടെ തിളക്കം വർദ്ധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മുഖഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? പുറമെ ലേപനങ്ങൾ വാങ്ങി നമ്മൾ അപ്ലൈ ചെയ്യും, പക്ഷെ അകത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. തമിഴ്നാട്ടിൽ പറയും അകത്തിന്റെ അഴക് പുറമേ തെരിയുമെന്ന് പറയും. അകത്ത് നമ്മളുടെ ആന്തരിക അവയവങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടണം, വിഷമുക്തമാക്കപ്പെടണം. ആ ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിർമ്മിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് iGlow. 28 സേഷ്യസ് വരും. 35 ഗ്രാമിന്റെ 3590 രൂപ 50 പൈസയാണ് ഒരു ബോക്സിന് വരുന്നത്. ഇതിന്റെ മെയിൻ എക്സ്ട്രാക്ട് കാശ്മീരി കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ നമ്മൾ എപ്പോഴാണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്? പരമാവധി ആളുകൾ ഉപയോഗിക്കുന്നു. വീട്ടിൽ ഗർഭിണികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഉദ്ദേശം എന്താ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് സ്കിന്നിനൊക്കെ തൊലിയൊക്കെ നല്ല നിറത്തിൽ നല്ല കളർ ഉണ്ടാവണം. അതേ ഉദ്ദേശത്തിലാണ് നമ്മളിത് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതേ കാശ്മീരി കുങ്കുമപ്പൂവാണ് ഇതിന്റെ മെയിൻ എക്സ്ട്രാക്ട്. ആന്റി ഏജിങ്ങിനും നമ്മുടെ സ്കിന്നിനൊക്കെ സെല്ലുലാർ ലെവലിൽ പോയിട്ട് റിപ്പയർ ചെയ്യാനും കൊളാജനൊക്കെ റീസ്റ്റാർ ചെയ്യാനും അത്യുത്തമമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് iGlow എന്ന് പറയുന്നത്. സോ
4 ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് കറന്റ്, മാംഗോ, ഓറഞ്ച് ആൻഡ് സ്ട്രോബെറി. 4 ഫ്ലേവേഴ്സിൽ ഈ ഐ ഗ്ലോ അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് കൺസ്യൂമബിൾ കോസ്മെറ്റിക്സിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഉൽപ്പന്നമാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഐസ്ലിം. പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഐസ്ലിം. ഇന്ന് ശരി യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് മലയാളികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. ഇങ്ങനെയെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഈ ഐസ്ലിം പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത്. വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഐസ്ലിം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഉയരത്തിന് ആനുപാതികമായിട്ടുള്ള തൂക്കം മാനേജ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെറ്റബോളിക് ഹെൽത്ത് സപ്പോർട്ടർ കൂടിയാണ് ഐസ്ലിം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ്. 75 ഗ്രാമിന്റെ 28 സാഷേസ് വരും. 3590 രൂപ 50 പൈസയാണ് ഒരു ബോക്സിൽ വരുന്നത്. ഒരു നേരത്തെ മീൽസ് തന്നെയാണ് ഒരു 75 ഗ്രാമിന്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിലൂടെ നമ്മൾക്ക് കിട്ടേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം ലഭിക്കും. അതോടൊപ്പം തന്നെ നല്ല ഫാറ്റിനെ ശരീരത്തിൽ നിലനിർത്താനും മോശം കൊളസ്ട്രോളിനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗുഡ് ഫാറ്റ് ഇൻ, ബാഡ് ഫാറ്റ് ഔട്ട്. സാധാരണയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വളരെ പെട്ടെന്ന് ബോഡി വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ കവിളൊക്കെ ഒട്ടി ഒന്ന് ക്ഷീണിച്ച പോലെ ഉണ്ടാവും. ബോഡി വെയിറ്റ് കുറഞ്ഞു, പക്ഷെ ആളൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. കാരണം ഏതോ ഒരു വെയിറ്റ് റിഡ്യൂസ് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിച്ചു. ആ ഫാറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ സ്കിന്നിനൊക്കെ ആവശ്യമുള്ള ഫാറ്റ് പോലും അത് കൊണ്ടുപോയി. ഇങ്ങനെയെങ്കിൽ നല്ല ഫാറ്റിനെ നിലനിർത്തിക്കൊണ്ട് മുഖഭംഗി ഒന്നും നഷ്ടപ്പെടുത്താതെ ബോഡിയിൽ സ്ട്രെച്ച് മാർക്കൊന്നും വരാതെ ഒരു വ്യക്തിയുടെ ഉയരത്തിന് ആനുപാതികമായിട്ടുള്ള തൂക്കം നിലനിർത്താൻ സഹായിക്കുന്ന അത്യുത്തമമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. 4 ഫ്ലേവേഴ്സിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അടുത്ത പ്രോഡക്റ്റ് ഐ കെയർ. എന്താണ് ഐ കെയർ? 35 വയസ്സ് കഴിഞ്ഞ നമ്മളെ വീട്ടിലൊക്കെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഹോർമോൺ ബാലൻസിന്റെ പ്രശ്നം, സ്ട്രെസ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ജോയിന്റ് പെയിനുകൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ, അത്തരത്തിൽ 35 വയസ്സിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയുർവേദ സെഗ്മെന്റിൽ നമ്മളുടെ കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഐ കെയർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ്. ഒരു 35 വയസ്സിന് ശേഷം വരുന്ന ലേഡീസിന് ഹോർമോണൽ വെൽനസിനും, ഓസ്ട്രോ വെൽനസിനും, കോസ്മെറ്റിക് വെൽനസും, സൈക്കോളജിക്കൽ വെൽനസ്, ഇമ്മ്യൂൺ വെൽനസ്, ഗട്ട് വെൽനസ് എല്ലാത്തിനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഐ കെയർ. ആയുർവേദത്തിന്റെ വരദാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഐ കെയറിന്റെ കോമ്പിനേഷനെ. സോ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പനിയിൽ ഇപ്പോൾ ഉള്ള ഉൽപ്പന്നങ്ങൾ. ഈ ഏത് പ്രൊഡക്റ്റ് ആയാലും ഏത് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു കഴിച്ചാലും എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വി ഹാവ് അനദർ വൺ പോൾ ഹിയർ. നമ്മൾ അടുത്തൊരു പോളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് പോളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ പ്രൊഡക്റ്റ് കഴിച്ച് നല്ല നല്ല റിസൾട്ടുകൾ, പേഴ്സണൽ ടെസ്റ്റിമോണികൾ ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവരെ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ സാറിലേക്ക് ഇത് കൈമാറുന്നു. സാർ, ഞാൻ ആദ്യമായിട്ട് ഒരു മിറക്കിൾ റിസൾട്ട് കിട്ടിയ ഡോക്ടർ ശശിധരൻ നായർ, അദ്ദേഹം കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. ശശി ഡോക്ടർ പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഫിലിപ്പ് സാർ പരിചയപ്പെടുത്തി. എന്റെ പേര് ഡോക്ടർ ശശിധരൻ നായർ. ഞാൻ കോട്ടയം പാമ്പാടിയിലാണ് താമസം. എനിക്കൊരു 3 വർഷം മുമ്പ് ശരിക്കുമുണ്ടായ ശാരീരിക പ്രശ്നങ്ങളാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കഴിക്കുവാനായിട്ട് ഉള്ള അവസരം ഉണ്ടാക്കിയത്. എനിക്ക് സ്ട്രോക്ക് പോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ മറ്റ് ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്ത് നോക്കിയിട്ടും രക്ഷപ്പെടാൻ വന്നപ്പോൾ ഞാൻ തീരെ അവശനായിട്ട് കിടന്നുപോയ ഒരു സമയമായിരുന്നു. അന്ന് ഞാൻ എന്നെ വിജയകുമാർ സാറ് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി. അതുവഴി ഞാൻ ആദ്യം എനിക്ക് വലിയ താല്പര്യം വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ സാറ് പ്രോഡക്റ്റുകൾ വെച്ചിപ്പോയി, ഡോക്ടർ കഴിച്ചിട്ട് വിവരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വെച്ചിപ്പോയി. ഞാൻ വ്യത്യാസം പോലെ കഴിച്ചു. ഒരു മാസം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആരോഗ്യത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു 3 മാസം അടുപ്പിച്ച് ഐപ്പൾസ് കഴിക്കേണ്ട രീതിയിൽ തന്നെ കഴിച്ചു. എനിക്ക് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയത് തന്നെയല്ല, ശരിക്കും എന്റെ ലൈഫ് തീർന്നെന്നുള്ള ഒരു അവസ്ഥ വരെ ഞാൻ വന്നതാണ്. അതുപോലെ എന്റെ ആരോഗ്യം പോയി. എന്റെ വൈഫ് മോളും എന്നെ കയ്യെ പിടിച്ച് പേഷ്യന്റ് വരുമ്പോൾ കസേര കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു 6 മാസത്തോളം പൾസ് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ആരോഗ്യം വെയിറ്റും തിരിച്ചു വന്നു. 70 കിലോ ഉണ്ടായിരുന്നു, ഞാൻ 50 കിലോ ആയിരുന്നു. അത് വീണ്ടും തിരിച്ച് 65 കിലോയ്ക്ക് മേളിൽ വന്നു. അതുകൊണ്ട് നല്ലൊരു രീതിയിൽ എനിക്ക് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. അതോടുകൂടി തന്നെ എനിക്ക് എന്റെ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായത് വഴി ഞാൻ ധാരാളം പേഷ്യൻസിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത്.
അതുവഴി ഞാൻ ഇപ്പം ഇൻഡസ് വേറെ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ പേഷ്യൻസിന് കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് വന്നിരിക്കുന്നു. ഈ 2-3 വർഷം കൊണ്ട് തന്നെ ഞാൻ പാർട്ട് ടൈം വർക്ക് ആണെങ്കിൽ തന്നെ ഞാൻ ശരിക്കും ഒരു റൂബി റാങ്കിൽ ഇപ്പൊ എത്തി. താങ്ക് യു ഡോക്ടർ. വളരെ എല്ലാവരെയും ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ടെസ്റ്റിമണി തന്നെയാണ്. നമുക്ക് നല്ലൊരു ക്ലാപ്പ് അദ്ദേഹത്തിന് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഐ കോഫി എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് രഞ്ജിനി വിനയകുമാറിനെ മാഡത്തിന്റെ ടെസ്റ്റിമണിക്കായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ്. നമസ്കാരം സാർ, ഓഡിബിൾ ആണോ? യെസ്. സാർ, എന്റെ പേര് പറഞ്ഞ രഞ്ജിനി വിനയകുമാർ എന്നാണ്, തൃശ്ശൂരാണ് താമസം. എന്റെ അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അമ്മയ്ക്ക് നോർമൽ ഷുഗർ തന്നെയായിരുന്നു, വലിയ കാര്യമായിട്ടുള്ളതായിരുന്നില്ല. പക്ഷെ ഒത്തിരി ഇഷ്യൂസ് വേറെ ഉണ്ട്. ഹാർട്ട് പമ്പിങ്ങിനും അതുപോലെ തന്നെ തൈറോയിഡിനും ഒക്കെ ആയിട്ട് മരുന്നുകൾ ഒരുപാട് കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ ഒരിക്കൽ ഷുഗർ നോക്കിയപ്പോ ഒരുപാട് നാള് ഷുഗറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം കിഡ്നി ഫംഗ്ഷനിങ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു അവസരത്തിൽ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ നിന്നും ഫുൾ പാക്ഡ് മെഡിസിൻ ആയിട്ടാണ് അമ്മേനെ വിട്ടേക്കണേ. അമ്മയ്ക്കൊന്നും ഒരു ചെക്കപ്പ് പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഷുഗറിന്റെ ആണെങ്കിലും ഒരു കമ്പാരിറ്റീവ് ടെസ്റ്റ് എടുക്കണമെങ്കിലും അധികം ബ്ലഡ് എടുത്തിട്ട് വന്നാൽ അമ്മ തളർന്നു പോകും. അപ്പോൾ എനിക്ക് ഇപ്പൊ ഐക്കോഫി എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ആയിരുന്നു എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ഐക്കോഫി കഴിച്ചപ്പോ അമ്മയ്ക്ക് ഒരു 170 ആയിരുന്നു നോർമൽ റേഞ്ച്. പക്ഷെ ഒരു ബോക്സിൽ തന്നെ അമ്മയ്ക്ക് അത് 93, 97 ആ സ്റ്റേബിൾ ആ ഒരു ഇതിലേക്ക് വന്നു. അമ്മ 6 months 2 നേരമായിട്ട് നല്ല രീതിയിൽ തന്നെ കഴിച്ചു. ബ്ലാക്ക് കോഫിയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അമ്മ അത് കഴിക്കുകയും ചെയ്തു. നല്ല റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ക്ഷീണങ്ങൾ, അതുപോലെ തന്നെ എപ്പോഴും വെള്ളം കുടിക്കേണ്ട ഒരു ഇതുണ്ട്, യൂറിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് എടുത്തു. മാത്രമല്ല എനിക്കിപ്പോ ഐക്കോഫിയുടെ റിസൾട്ട് ആയിട്ട് എടുത്തു പറയാനുള്ളത് എന്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ 65 വയസ്സുണ്ട്. അപ്പൊ ഈ ഏജിൽ എനർജറ്റിക് ആയിട്ട് ഇപ്പൊ കുട്ടികളെ ട്യൂഷനൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് അമ്മ മാറിയിട്ടുണ്ട്. ഐക്കോഫി എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് റിസൾട്ട് എടുത്തില്ല, എനിക്ക് ഭയങ്കരധികം ഹാപ്പി ഉണ്ട്. അപ്പൊ നമ്മൾ പാരന്റ്സിനൊക്കെ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുക ചെയ്യാം. ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടാവുന്ന ഒരു അസുഖം ഷുഗർ കൺട്രോൾ. അതുകൊണ്ടാണ് ഞാൻ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഐക്കോഫി ഞാൻ ക്രീമർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് വാങ്ങി യൂസ് ചെയ്യുക. പാരന്റ്സിന് ഉണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു രഞ്ജിനി മാഡം. വളരെ നല്ലൊരു ടെസ്റ്റിമണി ആയിരുന്നു. അടുത്തായിട്ട് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ അശ്വിനി ബോസ് മാഡം ഞാൻ ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാഡം ഒന്ന് ടെസ്റ്റിമണി ഒന്ന് ഷെയർ ചെയ്യും. നമസ്കാരം, എന്റെ പേര് അശ്വിനി എന്നാണ്, ചേർത്തല സ്വദേശിനിയാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഏകദേശം ഒരു 8 മാസം മുമ്പാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം എനിക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ ടാനിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിവിൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സണ്ണിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നു. മ്യൂട്ട് ആയിട്ടുണ്ട്. സോറി. അപ്പോ എനിക്ക് നല്ല രീതിയിൽ അങ്ങനെ ഇഷ്യൂസ് വന്നപ്പോഴാണ് ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 2 ബോക്സ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിസിബിൾ റിസൾട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് എടുത്തു പറയുവാണെങ്കിൽ എനിക്ക് ഉണ്ടായ ഒരു ചേഞ്ച് ഇതുവരെ ഹലോ മാഡം. മ്യൂട്ടായി പോകുന്നു. പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ആ ഒരു റിസൾട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എടുത്തു പറയാനുള്ളത്. ഞാൻ ധാരാളം പേരിലേക്ക് ഇപ്പൊ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇതേ രീതിയിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഐഗ്ലോ യൂസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ അർജുൻ സാർ, നമുക്ക് ടെസ്റ്റിമണി സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ പ്രോഡക്റ്റ് കഴിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളെയും കുറച്ച് ആളുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളൊരു അടുത്ത പോളുമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എല്ലാവരും ഒന്ന് ഈ ഒരു വോട്ടെടുപ്പ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഐപ്പിൾസ് ആയിരുന്നു അന്ന് കേട്ടപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അത്തരത്തിൽ നിങ്ങൾക്ക് ഐപ്പിൾസ് ആണോ, ഐക്കോഫി ആണോ, ഐസ്ലിം ആണോ എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് വളരെ വലിയ താല്പര്യമുണ്ട്. സോ ഇപ്പോ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ആളുകളിൽ 97% ആളുകളും പറഞ്ഞിരിക്കുന്നത് ഐപൾസ് ആണ്. അതേപോലെ തന്നെ സാർ പബ്ലിഷ് ചെയ്തതാണോ റിസൾട്ട്? സാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡൺ.
സോറി എന്റെ സ്ക്രീനിൽ അത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉൽപ്പന്നം ഏതാണ് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി. ഇപ്പൊ നമ്മൾ അഡ്രസ് ചെയ്തത് ഒരു പ്രശ്നത്തെയാണ്, സ്റ്റേയിങ് ഹെൽത്തി, എങ്ങനെ ഈ കാലത്തെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ഇരിക്കാം എന്നുള്ള പ്രശ്നത്തെ നമ്മൾ ഇപ്പോൾ അഡ്രസ് ചെയ്തു. ഇങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പ്രോബ്ലം ഗ്രോയിങ് വെൽത്ത്, എങ്ങനെ ഈ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും, ആ ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വി ഹാവ് അനദർ വൺ പോൾ ഹിയർ. നമ്മൾ അടുത്തൊരു പോളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഫിലിപ്പ് സാർ ഒന്നത് റിലീസ് ചെയ്യാവോ? എന്താണ് നിങ്ങളുടെ നിലവിലെ തൊഴിൽ നില എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥിയാണോ, വീട്ടമ്മയാണോ, മറ്റുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണോ? എന്താണ് നിങ്ങളുടെ തൊഴിൽ നില? വിദ്യാർത്ഥിയാണോ, വീട്ടമ്മയാണോ, റിട്ടയർഡ് ആയിട്ടുള്ള ആളാണോ, സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ? എല്ലാവരും ഒന്ന് ഈ പോളിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് പങ്കെടുക്കുക. ഒരു 30 സെക്കൻഡ് കൂടിയാണ് പോൾ അവശേഷിക്കുന്നത്. നിങ്ങളുടെ ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ തൊട്ടടുത്ത സ്ലൈഡുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങളുമായിട്ട് വിഷയങ്ങൾ കൺവേ ചെയ്യാൻ സാധിക്കും. സോ ആ പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് 22% ആളുകൾ വിദ്യാർത്ഥികളാണ്, 39% ആളുകൾ വീട്ടമ്മമാരാണ്, 13% ആളുകൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്, സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന 9% ആളുകളുണ്ട്, ഉദ്യോഗാർത്ഥിയായിട്ടുള്ള 4% ആളുകളുണ്ട്, നിക്ഷേപകരായിട്ടുള്ള ആളുകളുണ്ട്, ഒരു തൊഴിൽ അന്വേഷകനായിട്ട് സംരംഭകരായിട്ടുള്ള ആളുകളും 4% ആളുകളുണ്ട്. എന്തായാലും നിങ്ങൾ ഏത് കാറ്റഗറിയിൽ നിന്ന് വന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി. എന്താണ് രണ്ടാമത്തെ പ്രോബ്ലം? ഗ്രോയിങ് വെൽത്ത് ഇൻ ആൻ അൺസർട്ടൻ വേൾഡ്. എന്താണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ? ക്രിയേറ്റ് എ ബുള്ളറ്റ് പ്രൂഫ് ബിസിനസ്. ഒരു ബുള്ളറ്റ് പ്രൂഫ് ബിസിനസ്. എന്താണ് ബുള്ളറ്റ് പ്രൂഫ്? നമ്മൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മളുടെ ശരീരത്തിലേക്ക് ആ ബുള്ളറ്റുകൾ തറച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളെയും എഫക്ട് ചെയ്യാത്ത രീതിയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളുടെ വരുമാനത്തിന് കുറവ് വരാത്ത രീതിയിലുള്ള ഒരു ബിസിനസ് അവസരം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനുള്ള സൊല്യൂഷൻ. ക്രിയേറ്റ് എ ബുള്ളറ്റ് പ്രൂഫ് ഓപ്പർച്യൂണിറ്റി. എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ഓപ്പർച്യൂണിറ്റി എന്നതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്? നോ ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾ തൊഴിലാളികളൊന്നും ഈ തൊഴിൽ മേഖലയിലേക്ക് അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ മുടക്ക് മുതൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സ്റ്റോക്കുകൾ എടുത്തു വെച്ച് അതുമായിട്ട് മല്ലിടേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് ഒഴിവുള്ള സമയം, നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും. 2020 കോവിഡ് സാഹചര്യം നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം. ഒത്തിരി ആളുകളുടെ ജോലി വീട്ടിൽ നിന്നാണ്. ഇങ്ങനെയെങ്കിൽ വർക്ക് ഫ്രം ഹോമിന് പോലെ തന്നെ ബിസിനസ് ഫ്രം ഹോം, വീട്ടിലിരുന്നു കൊണ്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാം എന്നുള്ളൊരു ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി, ലോ റിസ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഓപ്പർച്യൂണിറ്റി കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് താല്പര്യമുള്ള സമയം ഇതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാനും ആ ഉൽപ്പന്നങ്ങളും ഈ പ്രോജക്റ്റും മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു അവസരം. എന്താണ് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ എനിക്കുള്ള മുതൽ മുടക്ക്? ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡ്രീം, ടു ക്രിയേറ്റ് എ ലൈഫ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ ഒരു ജീവിതം നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടാവണം. 2, ആ സ്വപ്നത്തിന് വേണ്ടി ഈ പുതിയ പ്രോജക്റ്റിനെ പറ്റി പഠിക്കാനും പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ തയ്യാറാവണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനുവേണ്ടി 2 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ മാത്രം മതിയാകും ഈ ഒരു ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി ആരംഭിക്കാനുള്ള മുടക്ക് മുതൽ. ഇനി ഹൗ ഡസ് ഇറ്റ് വർക്ക്? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ക്രെഡിബിലിറ്റി ഓഫ് കൺസ്യൂമർ റെക്കമെൻഡേഷൻ. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തൃപ്തരായ ആളുകളുടെ റെക്കമെൻഡേഷനിലൂടെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ഏതൊക്കെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചാലും നമ്മളെല്ലാവരും തന്നെ ഉപഭോക്താക്കളാണ്. എങ്ങനെയാണ് നമ്മളിലേക്ക് ഉൽപാദനങ്ങളിൽ നിന്നും ഒരു ഉൽപ്പന്നം എത്തുന്നത്? നമ്മൾക്ക് ഡയറക്റ്റ് ഉൽപാദനങ്ങളിൽ ചെന്നിട്ടാണോ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കാറ്? ഒരിക്കലുമല്ല. നമ്മൾ തൊട്ടടുത്ത കടയിൽ ചെന്ന് വാങ്ങിക്കുന്നു. എങ്ങനെ വാങ്ങിക്കുന്നു? പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുന്നത്. ഒരു റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് നമ്മളിലേക്ക് ഉൽപ്പന്നം എത്തുന്നത്. ആ റീറ്റെയിലർക്ക് കൊടുത്തത് സ്റ്റോക്കിസ്റ്റ് ആണ്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലേക്ക് മാനുഫാക്ചർ ഡയറക്റ്റ് ഉൽപ്പന്നങ്ങൾ കൊടുക്കാറുള്ളൂ. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ വാമൊഴിയാലുള്ള പരസ്യമാണ് ഈ ഒരു ശൃംഖലയിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ പോലും ഈ ഇടനിലക്കാരെയും ഈ ഉൽപാദകരെയും ഒക്കെ തന്നെ വിജയിപ്പിച്ചത് നമ്മളുടെ വാമൊഴിയാലുള്ള പരസ്യമാണ്. പക്ഷെ നമ്മൾ അവിടെ എല്ലാ കാലത്തും ഒരു ഉപഭോക്താവ് മാത്രമാണ്. ഇവിടെയൊക്കെ തന്നെ ഇടനിലക്കാർക്കൊക്കെ പോകുന്ന വലിയൊരു തുക ചെലവഴിച്ചുകൊണ്ടാണ് ഈ ശൃംഖലയെ ആ കമ്പനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ഇതേ കൺസ്യൂമർ റെക്കമെൻഡേഷൻ നമുക്ക് ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് തൃപ്തരായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏരിയകളിൽ ഒന്നും തന്നെ വരാത്ത രീതിയിൽ ഈ ആളുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന തൊഴിലുകൾ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ റീറ്റെയിലറും സ്റ്റോക്കിസ്റ്റും ഡിസ്ട്രിബ്യൂട്ടറും പരസ്യക്കാരനും ഒക്കെ നമ്മളായി മാറാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെയെങ്കിൽ ആ ഒരു
ഏരിയ സർവീസ് ചെയ്യാൻ ഇത്രയും നാൾ ഉപയോഗിച്ച ഭീമമായ തുക ആ ഏരിയയിൽ ആരാണോ സർവീസ് ചെയ്യുന്നത് അവരിലേക്ക് കമ്പനി വീതിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ഒരു മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് ഈ കോമ്പൻസേഷൻ പ്ലാൻ? 9 തരത്തിലുള്ള പ്രൈമറി ഇൻകവും 5 രീതിയിലുള്ള സെക്കൻഡറി ഇൻകവും നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആണ്. ഈ കോമ്പൻസേഷൻ പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു അവസരം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിൽ ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ ഒരു അക്കാദമിക് സബ്ജക്ട് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അണ്ണാ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് ഒരു അക്കാദമിക് സബ്ജക്ട് ആണ്. ഇങ്ങനെയെങ്കിൽ എന്താണ് ഈ ബിസിനസ്സിൽ എങ്ങനെ എനിക്ക് വരുമാനം ഉണ്ടാക്കാം? ഒന്നാമത്തെ ഇൻകമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഈ ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും 8 പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാം. ഈ സമയത്ത് നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ കിട്ടും. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 23,980 രൂപയാണ്. MRP 28,780 രൂപയാണ്. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന് ഉൽപ്പന്നങ്ങൾ കിട്ടും. ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് MRPക്ക് കസ്റ്റമേഴ്സിലേക്ക് വിൽക്കാം. അങ്ങനെ നമ്മൾക്ക് 20% ലാഭം എടുക്കാൻ സാധിക്കും നിയമപ്രകാരം. ഒരു ഉൽപ്പന്നം 3,597 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ 600 രൂപ നമുക്ക് ലാഭം വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ ഉൽപ്പന്നത്തിലും 20% നമുക്ക് ലാഭം എടുക്കാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ വരുമാനം, റീറ്റെയിൽ പ്രോഫിറ്റ്. രണ്ടാമത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് ബിൽഡ് എ ടീം. ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുമാനം വാങ്ങിക്കാം. അതിന് കമ്പനി പറയുന്നത് ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആണ്. നിങ്ങൾ ഈ വ്യാപാരം ആരംഭിച്ചാൽ നിങ്ങൾക്ക് 2 പാർട്ട്നേഴ്സിലേക്ക് ഈ ബിസിനസ് നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാം. 2 ടീമുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, എ ഓർഗനൈസേഷനും ബി ഓർഗനൈസേഷനും. എ ഓർഗനൈസേഷനിലെ ആദ്യത്തെ വ്യക്തി നിങ്ങൾക്കൊപ്പം ബിസിനസ് പാർട്ട്ണറായി ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു 1000 രൂപ ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് കിട്ടുന്നു. ബി ഓർഗനൈസേഷനിലെ ആദ്യത്തെ വ്യക്തി നിങ്ങൾക്കൊപ്പം ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും വീണ്ടും ഒരു 1000 രൂപ, അങ്ങനെ ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് 2000 രൂപ നമ്മളിലേക്ക് എത്തുന്നു. മൂന്നാമത്തെ ഇൻകം ഡുവൽ ടീം ബോണസ് ആണ്. എങ്ങനെയാണ് ഡുവൽ ടീം ബോണസ് നമ്മളിലേക്ക് എത്തുന്നത്? ഓരോ ആഴ്ചയും കമ്പനി ചെക്ക് ചെയ്യുന്നു നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ബിസിനസ് നടന്നു. ഈ ആഴ്ച കമ്പനി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എ ഓർഗനൈസേഷനിൽ 3 പുതിയ വ്യക്തികൾ 8 പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ 3 വ്യക്തികൾ അവിടെ ഇത്രയും ഉൽപ്പന്നങ്ങൾ 8 പ്രോഡക്റ്റുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ കമ്പനി നോക്കുന്ന സമയത്ത് നമ്മുടെ എ ഓർഗനൈസേഷനിലും ബി ഓർഗനൈസേഷനിലും പുതുതായിട്ട് 600 ഗ്രൂപ്പ് വോളിയം വന്നിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റിന് 25 PV വെച്ച് 8 പ്രോഡക്റ്റിന് 200 PV വെച്ച് 3 പേര് അങ്ങനെ പർച്ചേസ് ചെയ്തപ്പോൾ 600 ഗ്രൂപ്പ് വോളിയം വന്നു. എ ഓർഗനൈസേഷനിലും ബി ഓർഗനൈസേഷനിലും നമ്മളിലൂടെ, നമ്മൾ കൊണ്ടുവന്ന സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെ, നമ്മൾ പരിചയപ്പെടുത്തിയ കസ്റ്റമേഴ്സിലൂടെ ഈ ഒരു വിപണനം നടക്കുന്ന സമയത്ത് നമുക്ക് അർഹതപ്പെട്ട വരുമാനമായിട്ട് കമ്പനി അയച്ചു തരുന്നത് 6000 രൂപയാണ്. നിങ്ങളിതിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു സൂത്രവാക്യം ഞാൻ പറയാം. എ ഓർഗനൈസേഷനിൽ 100 PVയും ബി ഓർഗനൈസേഷനിൽ 100 PVയും വന്നാൽ 100 × 10 1000 രൂപ. ഇങ്ങനെയെങ്കിൽ 600 ഗ്രൂപ്പ് വോളിയം എയിലും 600 ഗ്രൂപ്പ് വോളിയം ബിയിലും വരുമ്പോൾ നിങ്ങൾക്ക് 6000 രൂപ കമ്പനി കമ്മീഷനായിട്ട് തരുന്നു. തൊട്ടടുത്ത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എ ഓർഗനൈസേഷനിൽ ഒരു 1000 ഗ്രൂപ്പ് വോളിയം വന്നു, ബി ഓർഗനൈസേഷനിലും 1000 വന്നു. 1000 × 10 നമുക്ക് അർഹതപ്പെട്ട 10,000 രൂപ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നു. തൊട്ടടുത്ത ആഴ്ച ഇതേപോലെ ഒരു 2000 ഗ്രൂപ്പ് വോളിയം എ ഓർഗനൈസേഷൻ, 2000 ഗ്രൂപ്പ് വോളിയം ബി ഓർഗനൈസേഷൻ, 2000 × 10 20,000. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് എല്ലാ ആഴ്ചയും ഇങ്ങനെ ഈക്വലായി നടക്കും? എ ഓർഗനൈസേഷനിലും ബി ഓർഗനൈസേഷനിലും ഒരേപോലെ ആളുകൾ ഒരേ വേഗതയിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമോ, ഒരേ വേഗതയിൽ കസ്റ്റമേഴ്സ് ഇത് കഴിച്ചു തീർക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത്തരത്തിൽ എയിലും ബിയിലും ഒരേപോലെ വിപണനം നടക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. ഉദാഹരണം, ഈ ആഴ്ച എ ഓർഗനൈസേഷനിൽ 2000 ഗ്രൂപ്പ് വോളിയം നടന്നു, ബി ഓർഗനൈസേഷനിൽ 2200 ഗ്രൂപ്പ് വോളിയം നടന്നിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ എയിൽ നിന്നും ബിയിൽ നിന്നും മാക്സിമം മാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന 2000 ഗ്രൂപ്പ് വോളിയമാണ്. ആ 2000 ഗ്രൂപ്പ് വോളിയം മാച്ച് ചെയ്ത് 2000 × 10 20,000 രൂപ നമുക്ക് കമ്മീഷൻ തരുന്നു. ബാലൻസ് ഉള്ള 200 ഗ്രൂപ്പ് വോളിയം അടുത്ത ആഴ്ചത്തേക്ക് കമ്പനി മാറ്റി വെക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന എ ഓർഗനൈസേഷനിലും ബി ഓർഗനൈസേഷനിലും നിങ്ങളിലൂടെ വന്ന ഉപഭോക്താക്കളും നിങ്ങളിലൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും തുടർന്നുള്ള വിപണനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വോളിയമായിട്ട് അവിടെ ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുകയും ഓപ്പോസിറ്റ് ട്രീയിൽ ഒരു ബിസിനസ് നടക്കുമ്പോൾ അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള കമ്മീഷൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ബിസിനസ് മുന്നോട്ട് പോയി ഈ ആഴ്ച ഒരു 4000 ഗ്രൂപ്പ് വോളിയം എ ഓർഗനൈസേഷനും 4000 ഗ്രൂപ്പ് വോളിയം ബി ഓർഗനൈസേഷനും വരുമ്പോൾ 40,000 രൂപ നമ്മളിലേക്ക് ഇൻകം എത്തുന്നു. 10,000 ഗ്രൂപ്പ് വോളിയം എ ഓർഗനൈസേഷനും 10,000 ഗ്രൂപ്പ് വോളിയം ബി ഓർഗനൈസേഷനും വന്നാൽ 1,00,000 രൂപ ആഴ്ചയിലെ വരുമാനം ലഭിക്കുന്നു. ഇങ്ങനെ ഒരാഴ്ച ഈ ബിസിനസ്സിലൂടെ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഡുവൽ ടീം ബോണസിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2,50,000 രൂപയാണ്. അതായത് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയ ഈ ഒരു ഹോം ബേസ്ഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങളൊന്ന് പഠിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആഴ്ചയിൽ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് 2,50,000 രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു ഡുവൽ ടീം ബോണസിലൂടെ മാത്രം വരുമാനമെടുക്കാൻ സാധിക്കും. 6 വർഷം മുമ്പ് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഒരു തമാശയായിട്ടാണ് തോന്നിയത്. പക്ഷെ ഈ മേഖലയൊന്ന് പഠിച്ച് പ്രവർത്തിച്ചപ്പോൾ എന്റെ ഈ ചെറിയ പ്രായത്തിലും ഈ 2,50,000 എനിക്ക് പോലും വാങ്ങിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടാണ് ഇന്നിപ്പോ ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ ഒരു 25,000
രൂപ വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കും? രണ്ട് രീതിയിൽ ഈ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒന്ന്, നെറ്റ്വർക്ക് എക്സ്പാൻഷനിലൂടെ നമ്മളുടെ വിതരണക്കാരുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്നത് വഴി ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അതിന്റെയൊക്കെ ലാഭം നമുക്ക് എടുക്കാനും സാധിക്കും. രണ്ട്, കസ്റ്റമേഴ്സിന്റെ ശൃംഖല, ഉപഭോക്താക്കളുടെ ശൃംഖല വർദ്ധിക്കുന്നതിലൂടെ ഓരോ ഉൽപ്പന്നത്തിലും 20% വെച്ച് അത്തരത്തിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഈ രണ്ട് വഴിക്കും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾക്കൊപ്പം വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടറും ഒരു മാസം ഒരു പ്രൊഡക്റ്റ് എങ്കിലും പർച്ചേസ് ചെയ്യണമെന്നൊരു ക്രൈറ്റീരിയയും, ഒരാളെയെങ്കിലും ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയോ വേണം. ഇത്തരത്തിൽ ഒരു മിനിമം പേഴ്സണൽ ടേൺ ഓവർ ആയിട്ടുള്ള 25 PV നമ്മൾ എൻഷുർ ചെയ്യുമ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച് തൃപ്തരായിട്ടുള്ള ഉൽപ്പന്നം മറ്റൊരാളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അതിന്റെ വിപണനം അവിടെ നടക്കുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്നു, അവരും വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് A ഓർഗനൈസേഷനിൽ 1000 പേരും B ഓർഗനൈസേഷനിൽ 1000 പേരും വന്നാൽ അവർ ആരും തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പോലും അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 25,000 ഗ്രൂപ്പ് വോളിയം എയിലും 25,000 ഗ്രൂപ്പ് വോളിയം B ഓർഗനൈസേഷനിൽ നടക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ വരുമാനം 2.5 ലക്ഷം രൂപ ഉറപ്പുവരുത്താൻ സാധിക്കും. അതായത് ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ ആരാണ്? ഒരു വ്യക്തിയുടെ പേര് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എന്റെ ചോദ്യം ഇതാണ്, അദ്ദേഹം നിങ്ങളുടെ നാട്ടിൽ പത്രപരസ്യം നടത്തിയിട്ടുണ്ടോ? ഞാനാണ് എന്റെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ? ഒരിക്കലുമില്ല. അദ്ദേഹം അവിടെ പ്രാക്ടീസ് ആരംഭിച്ചു. ആദ്യകാലത്ത് അദ്ദേഹത്തെ ചെന്ന് സമീപിച്ച ആളുകൾ അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളിൽ തൃപ്തരായി. അവർ 10 പേരോട് പറഞ്ഞു, അത് 100 ആയി, 1000 ആയി. 5, 8, 10 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടുത്തെ ഫേമസ് ഡോക്ടറായി. ഇതേപോലെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് തൃപ്തരാകുന്ന ഉൽപ്പന്നങ്ങൾ 4 പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അവർ 4 പേരോട് പറയുന്നു, അത് 10 ആവുന്നു, 100 ആവുന്നു, 1000 ആവുന്നു. അങ്ങനെ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഈ 2.5 ലക്ഷം രൂപ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ഈ മേഖലയെ പഠിച്ച് പ്രവർത്തിച്ചാൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഇൻകം എന്ന് പറയുന്നത് റാങ്ക് മെയിൻ്റനൻസ് ബോണസ് ആണ്. ഈ കമ്പനിയിൽ ആദ്യത്തെ റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ റാങ്ക് മുതൽ അങ്ങോട്ട് ഓരോ ആഴ്ചയും ആ റാങ്ക് മെയിൻ്റനൻസിന് അഡീഷണലി ഇൻസെന്റീവ് തരുന്നു. സാലറികളൊക്കെ തന്നെ 30% ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു കാലം. ഇൻസെന്റീവ് എന്നൊന്നും ഒരു എംപ്ലോയി കേൾക്കാത്ത കാലമാണ് 2020 ശേഷം ഇങ്ങോട്ട് വന്ന കൊറോണ സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഏറ്റവും ചെറിയ റാങ്ക് മുതൽ ഏറ്റവും വലിയ റാങ്ക് വരെ റാങ്ക് മെയിൻ്റനൻസ് ബോണസ് ഒരു ഇൻസെന്റീവ് അഡീഷണലി കൊടുത്തുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ കമ്പനിയിൽ ഇന്ന് നിങ്ങൾ കേട്ട പോലെ ഈ പ്രോജക്റ്റ് കേട്ട് ഈ ബിസിനസ് ആരംഭിച്ച് 2.5 ലക്ഷം രൂപ ആഴ്ചയിൽ വരുമാനം വാങ്ങിച്ച് ടോട്ടൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ വാങ്ങിയ 63 വ്യക്തികളെ ഇൻഡസ് വിവ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ആളുകളെ ഇത്രയും രൂപ സമ്പാദിപ്പിച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 6 വർഷം മുമ്പ് ഞാനും ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ഇന്ന് ആ കോടീശ്വരന്മാരുടെ പട്ടികയിൽ നിങ്ങൾക്ക് എന്നെയും കാണാൻ സാധിക്കും. കാരണം 6 വർഷം മുമ്പ് ഈ അവസരം ഞാൻ യെസ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ മേഖലയെ പറ്റി പഠിക്കാൻ തയ്യാറായി. കഴിഞ്ഞ കൊറോണ സാഹചര്യങ്ങൾ നമ്മൾക്കറിയാം. പല വ്യക്തികളുടെയും തൊഴിൽ മേഖലകളിൽ പ്രശ്നങ്ങൾ വന്ന സാഹചര്യം. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO പറയുന്നു, ലോകത്ത് 151 കോടി ജനങ്ങൾക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലും കോവിഡ് സാഹചര്യത്തിൽ. ഇങ്ങനെയെങ്കിൽ ലോകത്തെ ബിസിനസ്മാൻമാരൊക്കെയും പറയുന്നു, ഞങ്ങളുടെ ബിസിനസ്സിൽ ഇടിവുകൾ വന്നു, ലാഭത്തിൽ കുറവുകൾ വന്നു, ജീവിച്ചിരിക്കലാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പോലും ഒരു ബിസിനസ്സുകാരനെ ചൈനയിൽ വിളിച്ചു പറയേണ്ടി വന്നു ഈ ഒരു സാഹചര്യത്തിൽ. ഇങ്ങനെയെങ്കിൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കും, എന്റെ ജീവിതത്തിലെ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങളൊക്കെയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കോവിഡ് സാഹചര്യത്തിലാണ്. ഞാൻ എന്റെ മെഴ്സിഡീസ് ബെൻസ് വാങ്ങിക്കുന്നു 2020. ഞാൻ ബ്ലൂ ഡയമണ്ട് റാങ്ക് ഫിനിഷ് ചെയ്യുന്നു, പർപ്പിൾ ഡയമണ്ട് റാങ്ക് ഫിനിഷ് ചെയ്യുന്നു. എന്റെ ഒരു ഡ്രീം അപ്പാർട്ട്മെന്റ് കൊച്ചിയിൽ കേരളത്തിലെ 2nd ബിഗ്ഗസ്റ്റ് ടൗൺഷിപ്പ് പ്രോജക്റ്റിൽ ഞാൻ വാങ്ങിക്കുന്നു. അത് 2020. എന്റെ അനിയത്തിയുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ നടത്തി കൊടുക്കുന്നത് 2021 കോവിഡ് സാഹചര്യത്തിലാണ്. ഇങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊക്കെയും എനിക്ക് വന്നത് ഈ നഷ്ടങ്ങളുടെ കഥകൾ ബിസിനസ്സുകാരും ജോലിക്കാരും പറയുന്ന സമയത്താണ്. എന്തുകൊണ്ടാണ്? അവരെക്കാൾ മിടുക്കൻ ഞാൻ ആയതുകൊണ്ടാണ്? ഒരിക്കലുമല്ല. 6 വർഷം മുമ്പ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം എനിക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയാറുണ്ട്, ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇൻഡസ് വിവ. സാമ്പത്തിക മാന്ദ്യത്തിനും 2 പ്രളയത്തിനും കൊറോണയുടെ 1ാം ഘട്ടത്തിനും 2ാം ഘട്ടത്തിനും പിടിച്ചുലയ്ക്കാൻ സാധിക്കാത്ത ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇൻഡസ് വിവ. ഇന്ന് ആ കരസ്പർശമുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. കേട്ട എല്ലാവരും വിജയിച്ചിട്ടില്ല. കേട്ട് തീരുമാനിച്ച് ഈ മേഖലയെ പറ്റി പഠിക്കാൻ തയ്യാറായി വീട്ടിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായ ആളുകൾ മാത്രമാണ് ഇന്ന് വിജയിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കാണുന്ന ആ പട്ടികയിൽ സാധാരണ വീട്ടമ്മയുണ്ട്, എന്നെ പോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്. എന്തിനു പറയുന്നു, സാധാരണ മുറുക്കാങ്കട നടത്തുന്ന ആളുവരേക്കും ഈ അവസരത്തിൽ കടന്നു വന്നിട്ട് 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ച് 1 കോടിക്കും ഇത് സമ്പാദിച്ച ആളുകളുടെ പട്ടികയിൽ ഉണ്ട്.
ഇങ്ങനെയെങ്കിൽ ഇത്രയും ആളുകൾക്ക് സാധിക്കുമെങ്കിൽ, ഇത്രയും ആളുകൾ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു നല്ല തീരുമാനമെടുക്കാനും ഈ അവസരത്തിലേക്ക് കടന്നു വരാനും സർവശക്തനായ ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസന്റേഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. സോ വിഷ് യു സക്സസ്, ഗുഡ് ലക്ക്, ജയ് ഹിന്ദ്, ജയ് വിവ ആൻഡ് ബാക്ക് ടു ഫിലിപ്പ് സാർ. താങ്ക് യു അർജുൻ സാർ. വളരെ ലളിതമായി ആർക്കും പ്രത്യേകിച്ച് പുതുതായിട്ട് കേൾക്കുന്ന ആർക്കും നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സമയബന്ധിതമായിട്ട് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് വാങ്ങിയ നമ്മുടെ അർജുൻ കെ വസന്ത് സാറിന് നല്ലൊരു കൈയടി നമുക്ക് ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അപ്പോ പലർക്കും തോന്നിക്കാണും ഇത് ചെറുപ്പക്കാരനായ അല്ലെ നല്ലൊരു കഴിവുള്ള ആളിനെ ഇതൊക്കെ പറ്റി കാണും, ഇതെല്ലാവർക്കും ഒക്കെ പറ്റുമോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ പങ്കെടുക്കുന്നതിൽ പല കാറ്റഗറി ആൾക്കാരുണ്ട്. അവരൊന്നും ഈ കമ്പനിയുടെ ആൾക്കാരൊന്നും അല്ല, ഇതേപോലെ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി വന്ന് ഏറ്റെടുത്ത് വിജയിച്ച ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ലേഡീസ് ഫസ്റ്റ് എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ അഞ്ജുമോൾ KV മാഡം തന്നെ. മാഡം എങ്ങനെ ഇതിനകത്ത് വന്നു, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു സസ്പെൻസ് ഒക്കെ ഉണ്ട്. കാരണം ഞാനൊക്കെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഞ്ജുമോൾ KV ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോ 1000 റാങ്കിൽ നിന്ന് അതിശക്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഡത്തിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ബിസിനസ് എക്സ്പീരിയൻസിന് വേണ്ടി ക്ഷണിക്കുക. യെസ് മാം. മ്യൂട്ടാണോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് പരിചയപ്പെടുത്തി, അഞ്ജു എന്നാണ്. ഞാനിപ്പോ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നത്. എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്റെ ബ്രദർ തന്നെയാണ്. കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് കൂടെയാണ് അരുൺ KV. ചേട്ടനോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചെയ്ത കാര്യം മറ്റൊന്നുമല്ല, നമ്മളിപ്പോ ഒരുപാട് പ്രൊഡക്ട്സ്, നമ്മൾ 5 പ്രൊഡക്ട്സ് നമ്മൾ കേട്ടു. ഒരുപാട് റിസൾട്ടുകളുള്ള പ്രൊഡക്റ്റുകളാണ്. കുറച്ച് റിസൾട്ട് കിട്ടിയ ആൾക്കാരെ നമ്മളിവിടെ കണ്ടു. ഞാൻ എന്റെ കോൺടാക്റ്റിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്തു. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം. ഒരുപാട് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, റിസൾട്ട് കിട്ടി. അങ്ങനെ നല്ലൊരു വരുമാനം കിട്ടിയപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി. ആ ടൈമിൽ കോവിഡ് ആണ്, നമുക്കറിയാം. എല്ലാവരെയും പോലെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്ത് വരെ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുകളും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും വീട്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ടോട്ടൽ 1 ലക്ഷം രൂപ ഇൻകം ഫിനിഷ് ചെയ്തു. കമ്പനിയുടെ സ്റ്റാർ 1000 റാങ്കിലെത്തി. അതുപോലെ കൂടെ വന്ന ആളുകൾക്ക് നല്ലൊരു വരുമാനം വാങ്ങി കൊടുത്തുകൊണ്ട് ഇന്ന് ടോട്ടൽ എനിക്ക് 2.5 ലക്ഷത്തിനടുത്ത് വരുമാനം വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല കാറ്റഗറി ഓഫ് ആളുകൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ ഒപ്പം ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിരിക്കാം, ഒരു പാർട്ട് ടൈം ഇൻകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഏത് കാറ്റഗറി ആൾക്കാരാണെങ്കിലും നമ്മളുടെ ഒരു കൺവീനിയന്റ് ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു അവസരമാണ്. നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സേഫ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. സോ നല്ലൊരു തീരുമാനം എടുക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു അഞ്ജുമോൾ മാം. എത്രയും പെട്ടെന്ന് റൂബി റാങ്ക് അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് റൂബി റാങ്കിൽ നിന്ന് അതിശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി പുഷ്പരാജ് സർ. അദ്ദേഹം ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള ആളാണ്. നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. പുഷ്പരാജ് സർ. താങ്ക് യു സർ. നോഡിബിളല്ലേ? യെസ്, ഗുഡ് ഈവനിങ് ഓൾ. പേര് ഫിലിപ്പ് സാർ പരിചയപ്പെടുത്തി. പേര് പുഷ്പരാജ് എന്നാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫി മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം 2020 ഫെബ്രുവരി മാസത്തിൽ എന്റെ ഫാമിലിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നു. അതായത് എന്റെ അമ്മയുടെ അനിയത്തിക്ക് ക്യാൻസർ സംബന്ധമായ ട്രീറ്റ്മെന്റിന് അവർ ഐപ്പൾസ് ഉപയോഗിക്കുക നല്ല റിസൾട്ട്, ഒരു മിറാക്കിൾ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു കേരളത്തിൽ നിൽക്കുന്ന സമയത്താണ് മാർച്ച് മാസം ആകുമ്പോഴത്തേ നമുക്കറിയാം ലോക്ക്ഡൌൺ ഒക്കെ വന്നു. ഫോട്ടോഗ്രാഫി മേഖലയൊക്കെ പറ്റേ താഴെ പോയി. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് ഒരു ക്യാമറ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ലോണൊക്കെ സെറ്റ് ആയി, ഒരു 6 ലക്ഷം രൂപ ലോണൊക്കെ റെഡിയാക്കി ഇരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൌൺ വന്നത്.
പക്ഷെ അങ്ങനെ ഇരിക്കും എന്റെ സുഹൃത്ത് ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ കേട്ടത് ആ വ്യക്തിത്വമാണ്. അപ്പൊ അർജുൻ സാറിന് നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ ഒരു മെയ് മാസം മുതൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 10 മാസം കൊണ്ട് ഇപ്പം ജനുവരി ആകുമ്പോഴത്തേക്ക് അടുത്ത ജനുവരി മാസം ആകുമ്പോഴത്തേക്ക് കമ്പനിയുടെ 2,50,000 രൂപ കംപ്ലീറ്റ് ചെയ്തിട്ട് റൂബി റാങ്കിൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം വലിയ നഷ്ടങ്ങളുടെ കഥ പറയേണ്ട ഒരു വർഷത്തിൽ നിന്നും ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനമായിട്ട് എനിക്ക് ബിസിനസ്സിലൂടെ വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഫുൾ ടൈം ആയിട്ട് ഇപ്പം ഡിസൈനിങ് മേഖലയായിരുന്നു, അത് ഫോട്ടോഗ്രാഫി പ്ലസ് ഡിസൈനിങ് ആയിരുന്നു. അത് എല്ലാ സമയത്തും ആളുകളെക്കാളും കൂടുതലായിട്ട് ആളുകളുടെ മുഖങ്ങൾ ഫോട്ടോസ് മാത്രം കണ്ടില്ല, പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മേഖലയിൽ നിന്നിപ്പോൾ ഡിജിറ്റലി സൂമിലൂടെ ഒരുപാട് ആളുകൾക്ക് കണക്ട് ചെയ്യാനും അങ്ങനെ ഡിജിറ്റലി ഈ ഒരു 10 മാസം ഈ ഒരു സമയം കൊണ്ടേക്ക് ഒരു 15 മാസം കൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. അതായത് ഈ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ മുമ്പോട്ട് നയിക്കുന്നത്. നല്ല രീതിയിൽ റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ച് റിസൾട്ട് എടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണോ ഇന്ന് പുതുതായിട്ട് ഈ ഒരു അവസരം കേട്ടിരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആളുകളെ കൈ മുറുകെ പിടിക്കുക. കാരണം നമ്മുടെ ഫാമിലിയിലെ അല്ലെ നമ്മുടെ ചുറ്റുവട്ടത്തെ ആളുകൾക്കൊക്കെ വളരെ അത്യാവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ. ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ച് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ആ രീതിയിലേക്ക് നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനും അതിലൂടെ നല്ല രീതിയിലേക്ക് ഒരുപാട് കുടുംബങ്ങളിലേക്ക് നമ്മുടെ താങ്ക് യു പുഷ്പരാജ് സാർ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അടുത്തതായിട്ട് മിലിറ്ററിയിൽ ഹവിൽദാർ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് അത് ഏറ്റെടുത്ത് ഇന്ന് റൂബി റാങ്കിൽ നിന്ന് പേഡ് റാങ്ക് ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന കോട്ടയം വാകത്താനം സ്വദേശി വിജയകുമാർ സാറിനെ ഞാൻ ഗുഡ് ഈവനിങ് എവരിബഡി. സാറ് എന്റെ പേര് പരിചയപ്പെടുത്തി, വിജയകുമാർ. ഞാൻ 23 വർഷം ആർമി എഡ്യൂക്കേഷൻ കോറിൽ അധ്യാപകനായി ജോലി ചെയ്തതിനു ശേഷം ഗൗട്ടി ആർത്രൈറ്റിസിന്റെ രോഗത്തിൽ അടിമപ്പെട്ട് തീരവയ്യാതെ ഞാൻ വീട്ടിൽ റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ വന്ന സമയത്താണ് എബി സാറ് എനിക്ക് ഐപൾസ് എന്നുള്ള ഈ പ്രോഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തുകയും കൂടാതെ എന്റെ വൈഫിന് ഒരു ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്ന കാരണം കോഫി എന്നുള്ള ഒരു പ്രോഡക്റ്റും ഈ 2 പ്രോഡക്റ്റും എന്റെ വീട്ടിൽ മിറാക്കുലസ് ഒരു റിസൾട്ടാണ് കൊണ്ടുതന്നത്. എന്റെ ലൈഫ് തിരിച്ചു കൊണ്ടുവന്നു. എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും എനിക്ക് ഒരു ഹെൽത്തി ലൈഫ് എനിക്ക് കൊണ്ടുതന്നു. താങ്ക്സ് ഇൻഡസ്ട്രിവ. സത്യത്തില് ഇത് എനിക്കൊരു കരിയറായി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 1-2 വർഷം ഞാനൊരു യൂസർ ആയിട്ടിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായി ഞാനിത് ആക്റ്റീവായി ഒരു കരിയറായിട്ട് ഏറ്റെടുത്തു. അതിന്റെ ഫലമായി ഒരു 7 ലക്ഷം രൂപയോളം എനിക്ക് ഈ ബിസിനസ്സിന് ലഭിച്ചു എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. ഏതൊരാൾക്കും ആരോഗ്യവും സമ്പത്തും സന്തോഷവും കൈവരിക്കുവാൻ പറ്റിയ ഉത്തമമായൊരു മാർഗമാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പുതിയ വീട്ടിൽ ഇരുന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാണ്. അതിന് ഇൻഡസ്ട്രിയുടെ കുറെ പൈസ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെയും താങ്ക്സ് ഞാൻ പറയുന്നു. ഒപ്പം എന്റെ ചുറ്റുവട്ടത്ത് പലതരം മാരക രോഗങ്ങൾ, പേര് പറയുന്നത് തന്നെ നമുക്ക് മടിക്കുന്ന മാരക രോഗങ്ങളാൽ ആളുകൾ മരിക്കുകയും ആളുകൾ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ അവരോടൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്നു, അല്ലാത്തവരൊക്കെ മൺമറഞ്ഞു എന്ന് ദുഃഖത്തോടു കൂടി പറയുന്നു. അപ്പം അമൃതിന് തുല്യമായ ഉത്തമമായ ആഹാരം ഈശ്വരൻ നമ്മുടെ മുന്നിൽ കൊണ്ട് തന്നിരിക്കുകയാണ്. അർജുൻ സാർ വളരെ വ്യക്തമായിട്ട് നമുക്കിത് പറഞ്ഞു തന്നു. ഇതൊരു നല്ല കരിയറായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ചുരുങ്ങിയ സമയം എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യു ക്യാൻ ബിലീവ് ദിസ് ബിസിനസ് ആൻഡ് ടേക്ക് ഇറ്റ് ആസ് എ കരിയർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വിജയകുമാർ സാർ. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമുക്ക് ഇനിയും കുറെ ആൾക്കാരോടൊക്കെ എക്സ്പീരിയൻസ് പറയുവാൻ ഇതിനകത്ത് വിജയിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. സോറി, സമയക്കുറവ് കൊണ്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ കീനോട്ട് സ്പീച്ചിന് വേണ്ടി നമ്മൾ ഡയറക്റ്റായിട്ട് ഇനിയും പോവുകയാണ്. അത് മറ്റാരുമല്ല, വീണ്ടും കോഴിക്കോട്ട് നിന്നുള്ള നമ്മുടെ ദിലീപ് വി. അദ്ദേഹം ഈ കമ്പനിയുടെ ഡയമണ്ട് ഇവിടെ 63 പേരെ ചൂണ്ടിക്കാട്ടി അതിലൊരാളാണ് അർജുൻ കെ വി എന്ന് അഭിമാനത്തോടു കൂടി അദ്ദേഹം പറഞ്ഞപ്പോ അതിലൊരാളായിട്ടുള്ള ദിലീപ് സാർ, അദ്ദേഹം ഇൻഷുറൻസ് സെക്ടറിൽ നിന്ന് ഈ പറഞ്ഞ ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു ബന്ധുവിന്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ഏറ്റെടുത്തപ്പോൾ എന്താണ് അദ്ദേഹത്തിന് മാറ്റമുണ്ടായത്, അദ്ദേഹം എങ്ങനെ വിജയിച്ചു എന്നുള്ളത്
വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഇപ്പൊ പറഞ്ഞു തരും. ദിലീപ് സാർ, പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എന്തായാലും ഫിലിപ്പ് സർ വളരെ മനോഹരമായിട്ട് പേര് പരിചയപ്പെടുത്തി. പേര് ദിലീപ് എന്നാണ്. ഈ ഒരു ബിസിനസ് വളരെ 2018 ജനുവരി മാസം 1-ാം തീയതി മുതൽ വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് വന്ന ആളുകൾക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യം ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കേട്ട സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആയതിനു ശേഷമാണ് 2018 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഞാൻ ഈ ഒരു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈഫ് തന്നെ മാറി മറിഞ്ഞെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 2011 മുതൽ ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലിയായിരുന്നു. കാരണം ഫിലിപ്പ് സാർ വളരെ പറഞ്ഞു അത്. അപ്പൊ 2011 മുതൽ ഇൻഷുറൻസിന് ജോബായിരുന്നു. 18 വരെ വർക്ക് ചെയ്തു. ഒരു 12,000 റുപ്പീസ് സാലറിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 7 വർഷം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ 40,000 സാലറി എത്തിയത്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ കഴിയും ഒരു മാസത്തെ 2 അറ്റം എങ്ങനെ കൂട്ടിമുട്ടിക്കുക എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഇത് നടക്കുന്ന സമയത്താണ് ഒരു വീട് ഉണ്ടാക്കുന്ന ആഗ്രഹത്തെ തോന്നിയിട്ട് വീടും കാര്യങ്ങളൊക്കെ വെച്ച സമയത്ത് ഒരുപാട് ബാധ്യതകൾ വന്നു. പിന്നെ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ഉള്ളത്. അപ്പൊ ആ ഒരു നാളെ പോയി കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുന്ന യാതൊരു ഉറപ്പില്ല. ഇന്ന് എങ്ങനെയാണോ കോവിഡിന്റെ സിറ്റുവേഷൻ അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ നാളെ പോയി കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുന്ന വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീടൊക്കെ വെച്ചു. പിന്നെ വീടൊക്കെ വെച്ച സമയത്ത് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഒരാൾ പോലും നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനില്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാർ മൊത്തം ബാങ്കുകാരും പൈസ കൊടുക്കാനുള്ള ആൾക്കാർ മാത്രമാണ് വിളിക്കുന്നത്. അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരാളും ഫോൺ എടുക്കൂല. കാരണം ഞാൻ പൈസ കടം ചോദിക്കാനെന്നാൽ ഒരാൾ ഫോൺ എടുക്കൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഇന്ന് എന്റെ ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇനി ഒരു ബിസിനസ് എനിക്ക് തന്ന എന്റെ സ്പോൺസർ ഇന്ന് നമ്മുടെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈറ്റമിൻ റാങ്കിലുള്ള നോർമൽ സാറാണ് എന്നോട് ഈ ഒരു ബിസിനസ് അവസരം പറയുന്നത്. അദ്ദേഹം 2016 വന്ന് പറഞ്ഞു പോയ സമയത്ത് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറാണെന്നൊക്കെ അഹങ്കാരത്തിലൊക്കെ ഈ ഒരു മേഖല വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ഒരു 1.5 വർഷം കൊണ്ട് അവരുടെ ലൈഫിലുണ്ടായ മാറ്റം കണ്ടപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും തയ്യാറായി. അങ്ങനെയാണ് 2018 ജനുവരി മാസം 1-ാം തീയതി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അർജുൻ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 60-ൽ കൂടുതൽ ആളുകൾ ഇന്ന് എന്താ പറയുക ഈ ഒരു കമ്പനിയിലൂടെ 1 കോടിയിലധികം രൂപ വരുമാനം വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് വാങ്ങിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി പ്രൊഡക്റ്റും കാര്യങ്ങളും മാനേജ്മെന്റ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. വേൾഡ് ക്ലാസ് ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. ഏത് നമ്മുടെ മേഖല ഏതും ആയിക്കോട്ടെ, നമ്മളൊരു എന്താ പറയുക നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തും ആയിക്കോട്ടെ, ജാതി എന്തായിക്കോട്ടെ, മതം എന്തായിക്കോട്ടെ, സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ നമ്മൾ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, ലൈഫിൽ രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ, വൈബ്രന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം അടുത്ത 1000 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുക. എന്താണ് ഒരു 1000 ദിവസത്തിന്റെ പ്രസക്തി? നമ്മളെല്ലാം തന്നെ പല ജോലികളും പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 10-30 വർഷമൊക്കെ നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണോ കൊണ്ടുവന്ന് അവരെ വിശ്വസിച്ച് കൊണ്ട് ഒരു 1000 ദിവസം ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ ലൈഫിലൊക്കെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ബിസിനസ് അവസരം കേട്ടപ്പോൾ ഒരു സർവേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ബിസിനസ് അവസരം കേട്ട സമയത്ത് എന്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്നുള്ളതാണ്. ഇൻഡസ്ട്രി ബിസിനസ് പ്ലാനിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്നുള്ളതാണോ, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാന്നുള്ളതാണോ, ഫ്ലെക്സിബിൾ ടൈമിങ്ങോട് കൂടി ചെയ്യാന്നുള്ളതാണോ, സ്വന്തം ബോസ്, നമുക്കൊരു ബോസ് ഇല്ലാതെ നമുക്ക് തന്നെ തീരുമാനം എടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണോ, പിന്നെ ഉയർന്ന വരുമാന സാധ്യതയാണോ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്, കുറഞ്ഞ റിസ്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, പിന്നെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ളതാണോ ഇതിൽ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന വരുമാന സാധ്യതയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അരുൺ സാർ പ്ലാൻ പറഞ്ഞു നമ്മൾ സമൂഹത്തിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഏത് ബിസിനസ് കൂടെ വിജയിക്കുന്നുള്ളതാണ്. ഇന്ന് ഗൂഗിളിന്റെ ഒക്കെ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം പറയുന്ന ഒരു കാര്യം എന്നാണ്, ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ആളുകൾ സെർച്ച് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന് വരുമാന മേഖലയെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു, ഒരു പുതിയ വരുമാന മേഖല അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. രണ്ടാമത് സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ കുറിച്ച് ബോധേഡാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളാണ്, അതിന്റെ കൂടെ നമുക്ക് വരുമാന സാധ്യത, വലിയ രീതിയിൽ വരുമാന സാധ്യത ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതെല്ലാം തന്നെ ഒരുമിച്ച് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമുക്ക് ഇന്നിവിടെ ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മാറിയ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസിന്റെ പ്രസക്തി? ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു, വരുമാന സാധ്യത ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ ഒരു ബിസിനസിന്റെ ഒരു പ്രസക്തി? നിങ്ങൾ ഇനിയും ഈ കേട്ടിട്ട് ഇത്രയും അധികം സാധ്യതകൾ നിങ്ങൾ കേട്ടിട്ട് ഇനിയും നിങ്ങൾ എന്താണ് ആ പഴയ ബ്രിഡ്ജും അല്ലെങ്കിൽ ആ പഴയ ബ്രിഡ്ജിലൂടെ യാത്രയും മാത്രമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നതാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം മാറി.
നദികൾ വഴിമാറി ഒഴുകി. ഇനി നമ്മൾ അതേ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എവിടെ എത്താൻ പോകുന്നില്ല. ഇനി ലൈഫിലേക്ക് നമുക്ക് വലിയ ലക്ഷ്യങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ട്രാഫിക് ബ്ലോക്ക് പോലുള്ള റോഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ സിസ്റ്റത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി വളരെ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ സമയം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈവൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടം മാറി, ടെക്നോളജി മാറി, എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിലേക്ക് എത്തുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പൊ ഡെലിവറി ചെയ്യുന്നത് മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ ഡ്രോൺസ് വരെ ഡെലിവറി ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറാൻ പോവാണ്. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇന്ന് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഗുഡ് ബൈ ഷിഫ്റ്റിംഗ് റിവേഴ്സ് ആൻഡ് ബ്രിഡ്ജസ് ടു നോവർ. ബ്രിഡ്ജുകളോടും അല്ലെങ്കിൽ റോഡുകളോടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് ബൈ പറയുക. എന്നിട്ട് ഈ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വെൽക്കം ടു ദ സ്കൈ വിത്ത് ഇൻഡസ് വിവ. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഇൻഡസ് വിവയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സ്കൈ ആണ്. ആകാശത്തോളം നിങ്ങൾക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ ആകാശത്തിന് മുകളിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ സുഹൃത്ത്, ബന്ധു, ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അവരോട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് എന്റെ ലൈഫിൽ സംഭവിച്ചത്? 2018 ജനുവരി മാസത്തിൽ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ എന്നോടും പറഞ്ഞത് 1000 ദിവസം ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് അറിയില്ല, എന്താണ് ആന്റി ഓക്സിഡന്റ് എന്നറിയില്ല, എന്താണ് ഡയബറ്റീസ് എന്നല്ല, ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളൊന്നുമല്ല, എന്താണ് ഐ കോഫിന്നോ എന്താണ് മറ്റുള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്നോ ഇതിന്റെ സയൻസ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇതുപോലെ സംസാരിക്കാൻ പോലും എനിക്ക് അറിയാത്ത ആളായിരുന്നു. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറായി, ലീഡേഴ്സ് പറഞ്ഞ പോലെ ലീഡേഴ്സ് എന്താണോ പറഞ്ഞത് അത് കേൾക്കാൻ തയ്യാറായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2018 മാത്രം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഈ പതുക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ 1000, 2000 ഈ ലെവലിലേക്കാണ് വരുമാനം വന്നത്. അന്ന് ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോയി. കാരണം എനിക്ക് ഉറപ്പാണ്, ജോലി ചെയ്തുകൊണ്ട് ഒരാൾ പോലും ലൈഫിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ വീടിന്റെ ചുറ്റുഭാഗത്ത് ആലോചിച്ച് നോക്കുക. നിങ്ങളെ വീടിന്റെ ചുറ്റുഭാഗത്ത് ഏറ്റവും വലിയ വീട് വെച്ചവര്, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം കാറുകൾ ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ പേരൻസിന് ബെറ്റർ മെഡിക്കൽ കെയർ കൊടുക്കുന്ന ആൾക്കാർ, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവര്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ അയച്ച് പഠിപ്പിക്കുന്ന, അവർ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിപ്പിക്കുന്നവര്, നല്ല രീതിയിൽ കെട്ടിച്ചയക്കുന്ന ആൾക്കാർ, ഈ കുട്ടികളെ കെട്ടിച്ചയക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഏത് കാറ്റഗറിയിലെ ആൾക്കാരാണ്? ജോലിക്കാരാണോ ബിസിനസ്സുകാരാണോ? നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ആരാണ് നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബിസിനസ്സുകാരാണ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 1 രൂപ പോലും നഷ്ടമില്ല എന്നുള്ള. ഇൻഡസ്ട്രി ചെയ്യുന്ന ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം, ഇതിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ 25,000 രൂപ മുടക്കുമ്പോൾ ആ 25,000 രൂപയ്ക്ക് മുകളിൽ അതിനേക്കാൾ മൂല്യമുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ 100% പറയുന്നു, കാരണം എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും വാല്യബിൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്നു. അതിനുകൂടെ നമ്മൾ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു. തുടക്കത്തിൽ ചെറിയ ചെറിയ വരുമാനമൊക്കെ വന്നു. ലീഡേഴ്സ് പറഞ്ഞ് അതുപോലെ ഫോളോ ചെയ്യാൻ തയ്യാറായപ്പോ ഈ ഒരു ബിസിനസ്സിൽ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ബിസിനസ്സിൽ പറയുന്ന മാജിക്കൽ ഫിഗർ ആയിട്ടുള്ള 2.5 ലക്ഷം രൂപ വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു ഒറ്റ ആഴ്ചയിൽ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തുടക്കത്തിൽ ഒരു ടാറ്റ തിയാഗോ കാർ എടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഡ്രീംസ് ഇങ്ങനെ വലുതായി. കൂടെ വന്ന ഒരുപാട് സാധാരണക്കാരായ വ്യക്തികൾ, ടീമിൽ 100ഓളം വ്യക്തികൾ അവർ 4 വീലറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ സ്വന്തമായി കാറും കാര്യങ്ങളൊക്കെ അവരെ വീട്ടുമുറ്റത്തേക്ക് എത്തിയ സമയത്ത് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 22 ലക്ഷം രൂപ വരുന്ന ജീപ്പ് കോമ്പസ് ആണെന്നുള്ളത് ഉപയോഗിക്കുന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ 2,500 രൂപ ബൈക്കിന് CC അടയ്ക്കാൻ കഴിയായിട്ട് ഈ ഒരു പ്ലാൻ കേട്ടിരിക്കുന്ന ഏതെങ്കിലും ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ പാൻ കാർഡ് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ പരിശോധിച്ച് അറിയാൻ കഴിയും ഇതൊക്കെ പറയുന്ന കാര്യം സത്യമാണെന്നുള്ളത്. ആ പാൻ കാർഡ് നമ്പറിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2,500 രൂപ ബൈക്കിന് CC അടയ്ക്കാൻ കഴിയായിട്ട് ഒരു യമഹ ഫാസിനോ എന്ന് പറഞ്ഞ സ്കൂട്ടി BRD ഫിനാൻസ് എന്ന ഫിനാൻസ് കമ്പനിക്കാർ CC ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ CC ചെയ്ത് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്ന വാഹനം, എന്റെ ഒരു സ്വപ്നമാണ്. കാരണം ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്വപ്നത്തിലുള്ള ഒരു ഹാർലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞ ഒരു 7 ലക്ഷം രൂപ വിലയുടെ ഒരു ബൈക്ക് ഉപയോഗിക്കുന്നു. ആ ബൈക്ക് വാങ്ങിക്കുന്നതിലൊന്നുമില്ല, നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കഴിഞ്ഞു, ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, ഇഷ്ടപ്പെട്ട ഫോൺ ഉപയോഗിക്കുന്നു, ഫാമിലിയോട് കൂടെ 3-4 ഫോറിൻ രാജ്യങ്ങളിൽ പോയി വരാൻ കഴിഞ്ഞു, ടീമിൽ ഒരുപാട് ആളുകളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിജയിക്കുന്നതിന്റെ കൂടെ ഒരുപാട് ആളുകൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. കാരണം എന്റെ ടീമിൽ 4,000 രൂപ മുതൽ 70 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിച്ച ആളുകൾ വന്നപ്പോ ഈ ഒരു 3 വർഷം 6 മാസം കൊണ്ട് ഇന്ന് ഈ ബിസിനസ്സിലൂടെ 1,30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ബിസിനസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, 1000 ദിവസം എന്നോട് ഫോളോ ചെയ്യാൻ പറഞ്ഞു, 940 ദിവസം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ 1 കോടി രൂപ വരുമാനം വാങ്ങിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് വന്ന ആളുകള് നിങ്ങളെ കൊണ്ടുവന്നത് ആരാണോ അവരെ 100% വിശ്വസിച്ചുകൊണ്ട് അവരെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്തൊരു 1000 ദിവസം നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ
നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയും. കാരണം 2018 ജനുവരി മാസം 1-ാം തീയതി എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ ഓരോ ആളുകളും കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് 31 1000 എക്സിക്യൂട്ടീവ് ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇന്ന് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ, ഇന്നൊരു തീരുമാനം എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇനി വരുന്ന ആളുകൾക്ക് 1000 ദിവസം വേണ്ട. കാരണം നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദൂര സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ദിവസം എത്രയോ പ്രസന്റേഷൻസ് കൊടുത്തുകൊണ്ട്, എത്രയോ ആളുകളോട് നേരിട്ട് സംസാരിക്കുന്നു, എത്രയോ ടീം സെറ്റിംഗും കാര്യങ്ങളും നടത്തിക്കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ടെക്നോളജിയുടെ സ്പീഡിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 1000 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയി മാറാനും ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ 2018 എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു സായാഹ്നം നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേർന്നു നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു ഓൾ. താങ്ക് യു ദീപക് സർ. അദ്ദേഹം പറഞ്ഞു വീട്ടിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ആരോഗ്യവും മറ്റുള്ളവർക്ക് സമ്പാദ്യവും, അതുപോലെ തന്നെ 940 ദിവസം കൊണ്ട് ഒരു കോടീശ്വരനായിട്ട് മാറിയ വിജയകഥയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഇന്നൊരു വ്യക്തിയുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നു. ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും, ഇതേവല്ലം നടക്കുമോ? ആ സംശയം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒറ്റയ്ക്കാരോടും ഇത് പറയാതെ നിങ്ങളെ ഇന്ന് വിളിച്ച ആളുമായിട്ട് ചേർന്ന് 1000 ദിവസം 3 വർഷം ഞാനും ഈ കമ്പനിയുടെ സഫയർ റാങ്കിൽ നിന്ന് അതിശക്തമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 2024 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഈ ഫാക്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് പുതുതായിട്ട് കേട്ട ആൾക്കാരും അത്തരത്തിലൊരു വിജയിയായിട്ട് മാറട്ടെ. നമുക്ക് മറ്റുള്ളവർക്ക് ആരോഗ്യവും മറ്റുള്ളവർക്ക് സമ്പാദ്യവും ഉണ്ടാക്കി കൊടുത്താൽ അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് ഉതകും എന്നുള്ള ആ ഒരു വലിയ സത്യം നമുക്ക് ഏറ്റെടുത്ത്, നമുക്കറിയാം ഇന്നലെയും നമ്മൾ ന്യൂസിൽ കണ്ടു ആരൊക്കെയോ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു അയൽപക്കങ്ങളിലോ അറിവുള്ള നമ്മുടെ പരിചയത്തിലുള്ള ആരും ആത്മഹത്യ ചെയ്യാതിരിക്കാൻ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നാഷണൽ ആന്തത്തിനായിട്ട് ഒന്ന് തയ്യാറാകാം. കാരണം നമ്മളുടെ ഭാരത് മഹാൻ എന്നുള്ള രീതി നമുക്ക് താങ്ക് യു. ഒരിക്കൽ കൂടെ നല്ല ഒരു പ്രസന്റേഷനിലൂടെ നമ്മളെ എല്ലാം ധന്യരാക്കിയ കോഴിക്കോട് സ്വദേശി അർജുൻ കെ സാറിനും അതോടൊപ്പം പ്രോഡക്റ്റിന്റെ ടെസ്റ്റിമണി, ബിസിനസ് എക്സ്പീരിയൻസ്, ഏറ്റവും കൂടുതൽ ക്ലോസിംഗ് സ്പീച്ചിലൂടെ, കീനോട്ട് അഡ്രസ്സിലൂടെ നമ്മളെ എല്ലാവരെയും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ച നമ്മളുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ദിലീപ് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം കമ്പനിയുടെ, കാരണം ഈ പ്രതികൂല സാഹചര്യത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് കമ്പനി ഇങ്ങനെ ഒരു അവസരം തരുന്നതുകൊണ്ടാണ്. അപ്പോൾ കമ്പനിക്കും കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന ഹോസ്റ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തതായിട്ട് അറിയിക്കും. ഓക്കെ, താങ്ക് യു.